കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഒത്തിരി അക്രമത്തിനും ഒത്തിരി വേട്ടയാടുകൾക്കും വിധേയനായിട്ടുണ്ട്. ഈ സുധാകരനെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ എൻ്റെ ബഹുമാന്യരായ നേതാക്കന്മാർ, ഈ ആലപ്പുഴയിൽ ജീവിച്ചിരിക്കുന്ന KPCC ഭാരവാഹികൾ, വൈസ് പ്രസിഡന്റുമാരുണ്ട്, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുണ്ട്, എന്നെപ്പോലുള്ള ജനറൽ സെക്രട്ടറിമാരുണ്ട്, സെക്രട്ടറിമാരുണ്ട്, അതിൻ്റെ DCC പ്രസിഡന്റുണ്ട്, ഒട്ടനവധി DCC ഭാരവാഹികളുണ്ട്. അവരോട് ഞങ്ങളിങ്ങനെ തീരുമാനം എടുക്കും, നിങ്ങളെല്ലാവരും അതിനോട് അനുകൂലിച്ച് നിൽക്കണം എന്നൊരു വാക്ക് പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും മറ്റുള്ള പ്രദേശങ്ങളിൽ വരുന്ന നേതാക്കന്മാർക്ക് അത്ര വലിയ വിഷമം ഉണ്ടാകത്തില്ല. പക്ഷേ പുന്നപ്രയുടെ മണ്ണിൽ അമ്പലപ്പുഴയിൽ ജനിച്ചു വളർന്ന ഒരു ആളെന്നുള്ള നിലയിൽ എനിക്ക് മാനസികമായി അദ്ദേഹം പിന്തുണയ്ക്കുന്നോ വിജയിപ്പിക്കുന്നോ ഒക്കെ വലിയ കാര്യമായിരിക്കും. പക്ഷേ ഇന്നലകളിലുണ്ടായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ വിഷമം ഉള്ളൊരു കാര്യമാണ്. അവിടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ സാധാരണ പത്രസമ്മേളനത്തിലും ഇതിനുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ വരാറില്ല. വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വരാറില്ല. വാർത്ത ഉണ്ടാക്കി പേര് ഉണ്ടാക്കാൻ വേണ്ടി ആരോടും ഞാനൊരു കാര്യത്തിന്. പക്ഷേ അവിടെ G. സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ എടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവിടുത്തെ പ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കാൻ നേതൃത്വം തയ്യാറായില്ല എന്നുള്ള വല്ലാത്തൊരു മനപ്രയാസം ഉണ്ട്. ഈ G. സുധാകരൻ എന്ന് പറയുന്ന നേതാവ് ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുണ്ട്, കർഷക തൊഴിലാളി അതിന്റെ നേതാവായിട്ടിരുന്നിട്ടുണ്ട്, സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ആയിട്ടുണ്ട്, ഒത്തിരി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് പുന്നപ്ര പഞ്ചായത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഇന്ന് കൈനഗിരി പഞ്ചായത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന്റെയും സഹായത്തോടെയല്ല. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് ആണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ സഹായത്തോടെയല്ല ഞങ്ങളത് പിടിച്ചെടുത്തത്. പാവപ്പെട്ടൊരു ദിനേശ് സാറുണ്ട്, സ്ഥാനാർത്ഥിയായപ്പോൾ അദ്ദേഹവുമായിട്ട് ഞാൻ കൈനഗിരി പഞ്ചായത്തിൽ പോയി. ആ കൈനഗിരി പഞ്ചായത്തിൽ ചെന്നപ്പോൾ ബോട്ട് ഒരു സ്ഥലത്തും ലാൻഡ് ചെയ്യാൻ സമ്മതിക്കത്തില്ല, അടുക്കാൻ സമ്മതിക്കത്തില്ല. 2 പ്രാവശ്യം ഞാനൊരു ജില്ലാ പഞ്ചായത്ത് മത്സരിച്ചു. ജില്ലാ കൗൺസിൽ മത്സരിച്ചു, ജില്ലാ പഞ്ചായത്ത് മത്സരിച്ചു. നോമിനേഷൻ കൊടുക്കാൻ ആരും ഇല്ലാത്തപ്പോൾ നോമിനേഷൻ കൊടുത്തവരാണ്. ജയിക്കാൻ വേണ്ടിയല്ല, പാർട്ടിക്ക് സ്ഥാനാർത്ഥി ഉണ്ടാവണം, അതിന് മത്സരിച്ചു. കൈനഗിരി പഞ്ചായത്തിൽ കാലെടുത്ത് കുത്താൻ സമ്മതിക്കില്ല. വക്കംപുഷത്വം മത്സരിച്ചപ്പോൾ അവിടെ ഏതാണ്ട് 10,000-16,000 വോട്ടുണ്ട്. വക്കംപുഷത്വത്തിന് 206 വോട്ട് മാത്രമേ കിട്ടി. ഒരു പഞ്ചായത്ത് നീ ഒരു ബൂത്തല്ല, പഞ്ചായത്ത്. വോട്ട് ചോദിക്കാൻ സമ്മതിക്കില്ല, അവിടെ പോസ്റ്റർ ഒട്ടിക്കാൻ സമ്മതിക്കില്ല, ഒന്നും സമ്മതിക്കത്തില്ല. ദിനേശ് സാറിനെ സ്ഥാനാക്കി കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ഇങ്ങനെ മാടി വിളിക്കുന്നു കുറച്ച് പേര്. ഞങ്ങൾ ബോട്ട് അടുപ്പിച്ച് ഇറങ്ങി ചെന്ന് നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടെന്ന് വിചാരിച്ചാൽ ചെന്നതാണ്. ആ സാറേ പറഞ്ഞ് വിളിച്ചിട്ട് തന്നിട്ട് ഒരു ബക്കറ്റ് മലം എടുത്ത് അങ്ങോട്ട് തലവഴി ഒഴിക്കുക. അത് തെറ്റല്ലേ? ഞാൻ ജില്ലാ കൗൺസിൽ മത്സരിക്കുമ്പോൾ സഖാവ് ജസ്റ്റിനോട്ടാണ് മത്സരിക്കുന്നത്. ബലൂണിനകത്ത് മലവും ചെളിയും ചേറ്റ് ഒരു 100 എണ്ണം എന്റെ ശരീരത്തിൽ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. അത് തെറ്റാണ് എന്ന് G. സുധാകരന് തോന്നിയിട്ടില്ലേ? അങ്ങനെ ചെയ്യരുത് എന്ന് G. സുധാകരന് തോന്നിയിട്ടില്ലേ? അദ്ദേഹത്തിന്റെ പേര് സുധാകരൻ എന്നുള്ള പേര് ആ കാമാറ്റിട്ട് കൂവാക്കി കുരനാക്കിയാൽ അദ്ദേഹം നെഞ്ചു പൊട്ടിയാണ് വർത്താനം പറയുന്നത് നിങ്ങളോട്. എത്ര പ്രാവശ്യം ഞങ്ങളുടെയൊക്കെ വീടുകൾ അടിച്ചു, തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എത്ര പാവങ്ങൾ അടികൊണ്ട് വീണിട്ടുണ്ട്. അതൊന്നും തെറ്റല്ല. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരോടെ പരാമർശിച്ചു. ഈ ഇപ്പോഴത്തെ പുതിയ നവമാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയും പിണറായി വിജയൻ അടക്കമുള്ള KC വേണുവാലും VD അടക്കമുള്ള നേതാക്കന്മാർ എന്തൊക്കെ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് പറഞ്ഞത്. ചില യൂട്യൂബ് ചാനലുകൾ പച്ച തെറിയല്ലേ പറയുന്നത്. അവരതിന്റെ പേരിലൊക്കെ വിലപിക്കാനും ബഹളം ഉണ്ടാക്കാനും പറ്റും.
പരാമർശം ഉണ്ടാകും. ജീസസ് സാറിന്റെ കമന്റിന്റെ അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ താഴെ ആരെങ്കിലും എതിരായിട്ടൊക്കെ എഴുതും. അതൊക്കെ നിസ്സാര കാര്യങ്ങളാണ്. അതൊക്കെ വലിയ കാര്യങ്ങളായിട്ട് കാണിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യം അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDFും അദ്ദേഹത്തെ പോലുള്ള ആൾക്ക് പിന്തുണ കൊടുക്കുമ്പോൾ ഈ ജില്ലയിലെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ അവരെ കൂടെ എടുക്കണമായിരുന്നത് എൻ്റെ വിനീതമായ ഒരു അഭിപ്രായമാണ്. അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങളൊരു പക്ഷേ തോന്നുമായിരിക്കും, ഒരു MJ ജോബ് എന്ന് പറയുന്ന ഒരാൾ സീറ്റ് കിട്ടാത്തതിൽ മോഹഭംഗം സംഭവിച്ചിട്ട് അദ്ദേഹത്തിന്റെ വികാരമെല്ലാം പ്രകടിപ്പിച്ച് പൊട്ടിത്തെറിച്ച് പോകാൻ വേണ്ടി വന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും. എനിക്ക് അങ്ങനെയുള്ള ഒരു പൊട്ടിത്തെറിയും ഇല്ല, ഒരു പ്രതിഷേധവും ഇല്ല. അതിനുള്ള പൊട്ടിത്തെറിച്ച് വർത്തമാനം പറയേണ്ട കാര്യങ്ങളില്ല. കാരണം മറ്റൊന്നുമല്ല, ഞാനിവിടെ ST കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഞ്ചലോസ് SFയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അന്ന് ആഞ്ചലോസ് ആദ്യമായി മാരാക്കടുത്ത് മത്സരിക്കുമ്പോൾ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഞാനായിരുന്നു ആഞ്ചലോസിൻ്റെതായിട്ടുള്ള സ്ഥാനാർത്ഥി. 13 ദിവസം വോട്ട് പിടിച്ച ടൈം മാറിയത്. അന്ന് SRP എന്ന് പറയുന്ന പാർട്ടിയിലെ R പ്രകാശിന് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ കിട്ടാതെ വന്നപ്പോൾ ഈഴവ സമുദായത്തിന് ഏറ്റവും മുൻതൂക്കമുള്ള സ്ഥലം എന്നുള്ള ശ്രീ K കരുണാനിധി, ശ്രീ രമേശ് ചെന്നിത്തലയും കൂടെ അദ്ദേഹത്തിന് മാറിക്കൊടുത്ത ഒരാളാണ്. അന്നോട്ട് ഇന്നുവരെയുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും എൻ്റെ പേര് വരുന്നുണ്ട്. അപ്പോഴൊക്കെ ഞാൻ മാറിക്കൊടുക്കേണ്ടി വന്നിട്ടാണ് മാറിക്കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് പൊട്ടിത്തെറി ഉണ്ടായിട്ടില്ല. ഇപ്പൊ 19 വർഷമാകുന്നു ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടക്കും. അതിന് പൊട്ടിത്തെറിക്കാൻ വന്നൊരാളൊന്നുമല്ല. പക്ഷേ ഈ സ്ഥാനാർത്ഥി നിർണയത്തിലും ഒക്കെ ഒരു കോൺഗ്രസ് പാർട്ടി ഒരു ദേശീയ പ്രസ്ഥാനം തീരുമാനമെടുക്കുമ്പോൾ അല്പമെങ്കിലും മര്യാദയും മാന്യതയും ഈ സഹജീവികളോടുള്ള കുറച്ച് അനുകമ്പയൊക്കെ കാണിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് തീരെ ഇല്ലാതെ പോകും.